നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട പിതാവ് ജോസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. 28 വെട്ടേറ്റാണ് 70 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നത്. മകന്റെ കയ്യിൽ നിന്നും 28 വെട്ടേറ്റ പിടഞ്ഞ ജോസിന്റെ മരണകാരണം ഇതിലെ 3 അതീവ മാരക വെട്ടുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത് ഇദ്ദേഹത്തിന്റെ, അതായത് ഈ 70 വയസ്സുകാരനായ ജോസിന്റെ ശരീരത്തിൽ മാസങ്ങളോളം പഴക്കമുള്ള ക്ഷതമുണ്ട് എന്നാണ്. അതായത് മാസങ്ങളോളം ഈ ജോസിനെ മകൻ പ്രജിൻ, 28 വയസ്സുകാരനായ ഈ മകൻ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. ദേഹോപദ്രവം, തല്ലുകയായിരുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ സ്വന്തം അച്ഛനും അമ്മയും ഈ മകന്റെ മുന്നിൽ അടിമകളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരടക്കം ഒന്നടങ്കം പറയുന്നു, കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ കുറെ മാസങ്ങളായി പഴക്കം ചെന്നതടക്കമുള്ള അടിയുടെ ചതവ് ശരീരഭാഗങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരം. പലയിടത്തും രക്തം കട്ടകെട്ടി, രക്തം ചത്തുകിടന്ന ശരീരം കറുത്ത രൂപത്തിലേക്ക് മാറുന്ന തരത്തിലാണ് ഉള്ളത് എന്ന് പറയുന്നു. 28 വെട്ടിൽ 3 വെട്ട് അതീവ മാരകമായിരുന്നു എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ ഈ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സെറ്റിയിൽ കിടന്നുറങ്ങിയിരുന്ന പിതാവിനെ മുകളിലത്തെ നിലയിൽ നിന്നും ഓടി വന്ന ആദ്യം തലയിലും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിലും വെട്ടുകയായിരുന്നു. അവിടെ നിന്ന് ജീവൻരക്ഷാ മാർഗം തേടി അടുക്കളയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ പിന്നാലെ പോയി തുരുതുരാ വെട്ടുന്ന പ്രജനെയാണ് അമ്മ കണ്ടുകൊണ്ടുവരുന്നത്. അങ്ങനെ ഇതിൽ നിന്നാണ് 3 വെട്ടുകൾ ഉണ്ടാകുന്നത്. ഇതിലെ 28 വെട്ടുകളിൽ 3 വെട്ടുകളാണ് മാരകമായുള്ളത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അച്ഛനെ കൊല്ലാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയ മകനെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ അച്ഛനെയും അമ്മയെയും ഒപ്പം സഹോദരിയെയും കൊല്ലാനുള്ള ഈ രീതികളൊക്കെ തന്നെ ഫയലിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. ഫയലിൽ ഒരുപാട്, ഏകദേശം 10-200 പേപ്പറുകളിലായി ഒക്കെ തന്നെ വരാൻ പോകുന്ന ഭാവിയിൽ പ്രജന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ കൊത്തിക്കുറച്ച് വെക്കുന്ന ഒരു ശീലം ഇയാൾക്കുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആ മുറിക്കകത്ത് കയറുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പ്രജിന്റെ ഈ വൈകൃതം, അതായത് അച്ഛനോടും അമ്മയോടും സ്വന്തം അച്ഛനും അമ്മയും അല്ല മറ്റാരോ, ഒരു വൈരാഗ്യമുള്ളതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഇവരോട് പെരുമാറിയ രീതികൾ ആണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം വരുന്നത്. സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തും വളരെ സന്തോഷവാനായിരുന്നു ജോസിനെ കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കാർക്കും ഇക്കാര്യം വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്. പ്രജൻ എന്ന 28 വയസ്സുകാരൻ എത്ര ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ്, ഒരു ക്രിമിനൽ മൈൻഡുമായി നടക്കുന്ന ആളാണ് എന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുകയാണ്.